ഇന്ത്യയിലെ പ്രഥമ ഫുട്ബോൾ ലീഗായിട്ടുള്ള ISLന്റെ 2025-26 ഫുട്ബോൾ സീസൺ എന്നാരംഭിക്കുമെന്നൊരു ആശങ്ക നിലവിൽ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാര്യത്തിൽ വലിയൊരു സംശയം തന്നെയാണ് നിലവിൽ ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പല ISL ക്ലബ്ബുകളുടെയും താരങ്ങളും, അതായത് ക്യാപ്റ്റന്മാരും അതോടൊപ്പം തന്നെ സിഇഒമാരും ഒക്കെ തന്നെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന് നേരെ തങ്ങളുടെ വിമർശനം ഉന്നയിച്ച് മുൻപോട്ട് കടന്നു വരുന്ന ഒരു സിറ്റുവേഷനാണ് നിലവിൽ ഇപ്പോഴും ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു ഓൺലൈൻ മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ക്യാപ്റ്റന്മാർക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ ക്ലബിന്റെ സിഇഒമാരും ഒക്കെ തന്നെ മുൻപോട്ട് കടന്നു വന്ന് അവരെ മുൻനിർത്തിക്കൊണ്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ആ ഒരു മീറ്റിംഗ് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മീറ്റിംഗിൽ അവർ പുതിയൊരു ഫോർമാറ്റ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ജനുവരി 1-ാം തീയതി ആരംഭിച്ച് മെയ് 31-ാം തീയതിയോടുകൂടി അവസാനിക്കുന്ന ഒരു ഫുട്ബോൾ ടൂർണമെന്റ്. അതായത് ISL സാധാരണയായിട്ട് ആരംഭിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ മാസങ്ങളാണ്. എന്നാൽ ഈ ഒരു ആശങ്ക നിലനിൽക്കുന്നതിനാൽ തന്നെ ഡിസംബറിൽ പോലും ആരംഭിക്കാത്ത ഒരു സിറ്റുവേഷൻ വരികയും അങ്ങനെയാണ് ജനുവരിയിൽ ആരംഭിക്കാൻ എന്നൊരു പദ്ധതിയിലേക്ക് നിലവിൽ എത്തിയിരിക്കുന്നത്. അങ്ങനെ വെറും 150 ദിവസം കൊണ്ട് 180 മത്സരങ്ങൾ പൂർത്തിയാക്കുക എന്ന ലക്ഷ്യമാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ ഫോർമാറ്റായിട്ട് നിലവിൽ ക്ലബിന്റെ സിഇഒമാരെയും ക്യാപ്റ്റന്മാരെയും അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്ന, അതായത് ഈ ഒരു ആശങ്ക നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ടെൻഡർ പ്രോസസ്സും ഒക്കെ ആയിട്ട് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ പുതിയ കൊമേഴ്ഷ്യൽ റൈറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പുതിയൊരു ഫോർമാറ്റ് നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നിലവിൽ ക്ലബിന്റെ സിഇഒമാർക്കൊക്കെ തന്നെ മുമ്പോട്ട് സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അതിന് പിന്നിലെ കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ഒരു ക്ലബ്ബുകളെല്ലാം തന്നെ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് മുമ്പോട്ട് കടന്നു വന്നതിനാൽ തന്നെയാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഇത്രയും പ്രഷറൈസ് ആയിട്ടുള്ളത്. സോ ഈ ഒരു സാഹചര്യത്തിൽ ക്ലബ്ബുകളൊക്കെ തന്നെ ഈ ഒരു പുതിയ ഫോർമാറ്റ് അംഗീകരിക്കുമോ എന്നുള്ളത് അതൊരു വലിയൊരു സംശയം തന്നെയാണ്. കാരണം അവർ തന്നെ ഉന്നയിക്കുന്ന പല പ്രശ്നങ്ങളും ഇതിന് പിന്നിലുണ്ട്. അതായത് ഈ ഒരു പുതിയ ഫോർമാറ്റിന് പിന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ തന്നെയാണ് നിലവിൽ ഉള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, സാധാരണയായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, സൂപ്പർ കപ്പൊക്കെ നടത്തുന്ന സമയത്ത് അത് 1-2 പ്രത്യേകമായിട്ട് സ്ഥലങ്ങൾ നിശ്ചയിച്ച് ആ ഒരു 2-3 സ്റ്റേഡിയത്തിലായിരിക്കും ഈ ഒരു സൂപ്പർ കപ്പൊക്കെ നടത്തുന്നത്. അതായത് ഇപ്പോൾ ഒരു ഒഡീഷയാണ് ഒരു ഫുട്ബോൾ സ്റ്റേഡിയം അല്ലെങ്കിൽ സൂപ്പർ കപ്പിനെ ഓഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു അവിടുത്തെ അല്ലെങ്കിൽ ഒഡീഷ്യൻ റീജിയനിൽ ബന്ധപ്പെട്ടുള്ള 2-3 സ്റ്റേഡിയത്തിലായിരുന്നു സാധാരണയായിട്ട് സൂപ്പർ കപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് ഭുവനേശ്വർ സ്റ്റേഡിയത്തിലൊക്കെ ആയിരുന്നു സൂപ്പർ കപ്പ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇന്ത്യൻ സൂപ്പർ ലീഗിലും അങ്ങനെ വരുവാനായിട്ടുള്ള സാധ്യതകളാണ് നിലവിൽ ഉള്ളത്. ഈ ഒരു 150 ദിവസത്തെ കൊണ്ട് 180 മത്സരങ്ങൾ പൂർത്തിയാക്കേണ്ടി വരുന്ന സിറ്റുവേഷൻ ആയതിനാൽ തന്നെ ഈ ഒരു 2-3 റീജിയൻസ്, അതായത് 2-3 സ്ഥലങ്ങൾ പ്രത്യേകമായി ചൂസ് ചെയ്ത് ആ ഒരു സ്ഥലത്ത് മാത്രമായിട്ട് ISL മത്സരങ്ങൾ, അതായത് ഹോം മത്സരങ്ങൾ ക്ലബ്ബുകൾക്ക് ലഭിക്കാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നാണ് നിലവിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായും അത് ക്ലബ്ബുകൾക്ക് വളരെ വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്കായിരിക്കും കൊണ്ടുചെന്നെത്തിക്കുക. കാരണം ക്ലബ്ബുകളുടെ പ്രധാനമായിട്ടുള്ള വരുമാന മാർഗം എന്ന് പറയുന്നത് ടിക്കറ്റ് സെയിലുകളാണ്. എസ്പെഷ്യലി കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലൊരു ക്ലബിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ഹോം മത്സരത്തിനും ലഭിക്കുന്ന ടിക്കറ്റ് സെയിലിൽ നിന്ന് തന്നെ ഒരു വലിയൊരു വരുമാനം തന്നെ ക്ലബ്ബുകൾക്ക് ഉണ്ടാവുന്നതാണ്. അത് വലിയൊരു നഷ്ടത്തിലേക്ക് പോയേക്കാം. അങ്ങനെ വരുമ്പോൾ ഓഡിയൻസിൻ്റെ ഒരു വലിയൊരു നഷ്ടം ഉണ്ടായേക്കാം. അങ്ങനെ ഒരു ആളില്ലാത്ത തരത്തിലേക്ക് ഒരു മത്സരങ്ങളായിട്ട് ഈ ഒരു റഷ് ചെയ്ത് നടക്കുന്ന, അതായത് ഇത്രയും വലിയൊരു ലെങ്തി ടൂർണമെൻറ്റ് വളരെ പെട്ടെന്ന് നടത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ നിലവിൽ ഉണ്ടായേക്കാം. പോരാത്തതിന് ഇത്രയും വലിയൊരു ഓഡിയൻസിൻ്റെ കുറവ് വരുന്നാൽ തന്നെ വളരെ വലിയ സ്പോൺസർഷിപ്പും ക്ലബ്ബുകൾക്ക് നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ ഉണ്ടായേക്കാം. ഇങ്ങനെ വരുമ്പോൾ ആ ഒരു തരത്തിലും ക്ലബ്ബുകൾക്ക് മറ്റൊരു തരത്തിലുള്ള സാമ്പത്തിക നഷ്ടത്തിലേക്കാണ് അത് കൊണ്ട് ചെന്നെത്തിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ക്ലബിൻ്റെ താരങ്ങൾക്ക്, അതായത് സാധാരണയായിട്ട് ഒരു ദിവസം തന്നെ 2 മത്സരങ്ങൾ, അതായത് ദിവസങ്ങളിൽ തന്നെ വിത്തിൻ വീക്കുകൾക്കുള്ളിൽ തന്നെ 2 മത്സരങ്ങളൊക്കെ തന്നെ അടുപ്പിച്ച് വരുന്ന സമയത്ത് ക്ലബിൻ്റെ പ്ലെയറിന് റിക്കവർ ചെയ്യുവാനായിട്ടുള്ള ഒരു ടൈം പീരീഡ് ലഭിക്കാതെ വരികയും അത് വളരെ വലിയൊരു പ്ലേയേഴ്സിൻ്റെയൊക്കെ ഇഞ്ചുറിയിലേക്ക് നയിക്കുകയും അങ്ങനെ വലിയൊരു നഷ്ടം ക്ലബ്ബുകൾക്ക് നേരിടേണ്ടതായിട്ട് വരികയും ചെയ്യുന്ന സിറ്റുവേഷനിലേക്ക് നീങ്ങിയേക്കാം. അങ്ങനെ ആകത്തുക നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലബ്ബുകൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു തീരുമാനം തന്നെയാണത്. എങ്കിൽ പോലും നവംബർ 18-ാം തീയതി, അതായത് 2 ദിവസങ്ങൾക്ക് ശേഷം ഒരു പുതിയൊരു മീറ്റിംഗ് കൂടി നിലവിൽ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ ആ ഒരു മീറ്റിങ്ങിലായിരിക്കും, അതായത് നേരിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് നടത്തുക, ഓൺലൈൻ മീറ്റിംഗ് അല്ല, ആ ഒരു ഓഫ്ലൈൻ മീറ്റിംഗ് ആയിരിക്കും. ആ ടൈമിൽ ക്ലബിൻ്റെ എല്ലാം തന്നെ സിഇഒമാരും വരുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഒരു മീറ്റിങ്ങിലും എന്തായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു മീറ്റിങ്ങിൽ ലഭിക്കുന്ന പോസിറ്റീവായിട്ടുള്ള എഫക്റ്റ് എന്തായിരിക്കും എന്ന് കണ്ടു തന്നെ അറിയേണ്ടതാണ്.
പോരാത്തതിന് ക്ലബ്ബുകളൊക്കെ തന്നെ ഈ ഒരു കാര്യം അംഗീകരിക്കാനും അംഗീകരിക്കാതിരിക്കാനും സാധ്യതകളുണ്ട്. കാരണം നമ്മളിപ്പോൾ തന്നെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളും പോരാത്തതിന് ക്ലബ്ബുകൾക്കൊക്കെ തന്നെ അംഗീകരിക്കാതിരിക്കാനും പറ്റാത്ത സിറ്റുവേഷനാണ്. കാരണം ISL നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് വേറെ വലിയ നഷ്ടത്തിലേക്ക് നീങ്ങുന്നതായിരിക്കും. സോ അതിനാൽ തന്നെ കണ്ടു തന്നെ അറിയേണ്ടതാണ് ഈ ഒരു പുതിയ നയം എങ്ങനെ ആയിരിക്കും നടക്കുക എന്നുള്ളത്.